ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. പിന്നെ കുറേ വീഡിയോസിൻ്റെ താഴെ കമൻ്റ് ഇട്ടിട്ടുണ്ട് കുറേ കൂട്ടുകാർ. അതിനൊന്നും ഞാൻ റിപ്ലൈ തന്നിട്ടില്ല. ഇൻഷാ അല്ലാ എന്തായാലും ഇപ്പോൾ ഫ്രീ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ. ഇനി റിപ്ലൈ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ഇടാതിരിക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. വൈകുന്നേരം മക്കൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട് സമയം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചായക്ക് കടി ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിച്ചണിൽ വന്നതാട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ആലോചിച്ച് ഇന്ന് എന്താ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെ രാവിലത്തെ ചപ്പാത്തി കുറച്ച് ബാക്കിയുണ്ടായിന്. ഒരു 3-4 ചപ്പാത്തി ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി അങ്ങനെ തന്നെ കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സവാള തൊലി കളഞ്ഞ് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് പല ഉമ്മമാരും ഉണ്ടാക്കണതാവും, എന്നാലും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കടായൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുത്താലും മതി. ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ അതായിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് 4 ചപ്പാത്തി ഉള്ളൂ. കൂടുതൽ ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ 4-ലേറെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ 2 സവാളയൊക്കെ എടുക്കണമെങ്കിൽ എടുക്കട്ടോ. ഇത് ഇതിക്ക് കറക്റ്റാണ്. അങ്ങനെ സവാള ഞാൻ അതിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം മതി. ചപ്പാത്തിയിൽ ഉപ്പുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ സവാള മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ വെജിറ്റബിൾസൊക്കെ വേറെ ഉണ്ടെങ്കിലൊക്കെ ചേർക്കാം. പിന്നെ ക്യാരറ്റോ അല്ലെങ്കിൽ ക്യാബേജോ ബീൻസോ എന്തെങ്കിലുമൊക്കെ നമ്മളെ കയ്യിൽ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ പച്ചമുളക് കട്ട് ചെയ്തതൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാള വഴന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കേട്ടോ എൻ്റെ അടുത്ത് 4 ചപ്പാത്തിയാണുള്ളത്. രാവിലത്തേത് ബാലൻസ് ഉള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് 4ഉം കൂട്ടി പിടിച്ചിട്ടാണ് കേട്ടോ റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടോ അല്ലെങ്കിൽ പിന്നെ വെള്ളപ്പോ ഒക്കെ ബാലൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. പക്ഷേ അതിലേറെയൊക്കെ ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. എനിക്ക് എല്ലാവർക്കും ഒരേപോലെ ആവണം എന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഇതേപോലെ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും ഇങ്ങനെ വേർതിരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒക്കെ കൂടെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കല്ലേ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തിട്ട് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നീളം ഒക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മൾ അതിലിട്ടാണ്ട് മിക്സ് ചെയ്യുമ്പോൾ ചെറുതാവും കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയൊക്കെ വഴന്നിക്കണമെന്ന് നോക്കാം. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ സവാളയൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അത് അത്യാവശ്യം വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കണം. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ മസായി എഗ്ഗ് മസാല ഉണ്ട് കേട്ടോ. മസായിൻ്റെ തന്നെ ബീഫ് മസാലയും അതേപോലെ തന്നെ ബിരിയാണി മസാലയൊക്കെ ഞാൻ യൂസ് ചെയ്യലുണ്ട്, വീഡിയോയിൽ കാണിക്കലുണ്ട്. അതേപോലെ തന്നെ അവരൊരു പ്രൊഡക്റ്റാണിത് എഗ്ഗ് മസാല കേട്ടോ. ഇതിന് 30 രൂപയാണ് ഒരു പാക്കറ്റിന്. എഗ്ഗ് കറിക്ക് ഈ ഒരു മസാലപ്പൊടി ചേർക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എഗ്ഗ് മസാലയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ മസാലപ്പൊടികൾ ഇഷ്ടമുള്ളത് ചേർക്കട്ടോ. മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ കുറേശ്ശെ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു നുള്ളു കുരുമുളക് പൊടിയും ചേർക്കുക. അപ്പോൾ ഇത് ഈ എഗ്ഗ് മസാലയിൽ കുരുമുളക് പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് ഈ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞാൻ ഒരു മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ആ മസാലപ്പൊടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതേപോലെ ഒന്ന് ഇതിലിട്ടിട്ടൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയും വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ചപ്പാത്തി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കും. അപ്പോൾ ഈ ചപ്പാത്തി അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ആർക്കും പോകില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി എല്ലാവരും കഴിച്ചും ചെയ്ത്. അപ്പോൾ നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഒന്ന് നനഞ്ഞൊക്കെ അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരു മസാലയിൽ. എനിക്കിപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല.
അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ, അതിപ്പോൾ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി നമുക്കിതൊരു പ്ലേറ്റിക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ ഒരു വാഴൻ്റെലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെറുതെ കാണുമ്പോൾ കുട്ടികൾ ഇത് വന്ന് നോക്കുമ്പോൾ തന്നെ അവർക്ക് കാണുമ്പോൾ കഴിക്കാൻ തോന്നണം, അതിന് വേണ്ടിയിട്ടാട്ടോ. വാഴൻ്റെലയിലൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ കാണാൻ, ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ അതൊക്കെ ഇതിലേക്ക് ഞാൻ തട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണ്ട കേട്ടോ. ആ മുട്ടൻ്റെ മിക്സൊക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയിലിട്ടിട്ട് തന്നെ നല്ലോണം മിക്സാക്കി കൊടുത്തതാണ്. എന്നാലും ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതേപോലെ മക്കൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടേനും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട്. ചപ്പാത്തിയൊക്കെ ചിലപ്പോൾ രാവിലത്തൊക്കെ ബാലൻസ് ഉണ്ടാവുമല്ലോ, രാവിലത്തതോ രാത്രിക്കത്തതോ ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കൊണ്ടിട്ടോ. അപ്പോൾ കുട്ടികൾ ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിച്ചോളും. പിന്നെ ചായ ആയിട്ടുണ്ടേനും. അങ്ങനെ ഞാൻ ചായക്കൊരു ഗ്ലാസ്സൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ ഐഫക്കുട്ടിക്ക് ഞാനൊരു പ്ലേറ്റൊക്കെ എടുത്തിട്ട് കുറച്ച് വിളമ്പി കൊടുത്തു. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പച്ചമുളക് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഞാനിതിലേക്ക് ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ടേനും. അപ്പോൾ പച്ചമുളക് ഇത് വിളമ്പുമ്പോൾ തന്നെ അങ്ങനെ കാണുമല്ലോ. അപ്പോൾ ഐഫക്കുട്ടി പറയുന്നുണ്ട് മുളക് ഉണ്ട് മച്ചിയായില്ലേ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് കൊടുത്തു കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ മസാലിൻ്റെ എഗ്ഗ് മസാല ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഹോം ഷോപ്പിൻ്റെ HSOമാർ വരുന്ന ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ കയ്യിലുണ്ടാവും കേട്ടോ എഗ്ഗ് മസാല. 30 രൂപയാണ് ഒരു പാക്കറ്റിന്. ഇനി നമ്മൾ കയ്യിൽ എഗ്ഗൊന്നും ഇല്ലെങ്കിലും എഗ്ഗ് മസാല ഇട്ടാണ്ട് ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയാണ്ട് അതിലേക്ക് എഗ്ഗ് മസാല ഇട്ടാണ്ട് മിക്സ് ചെയ്താലും നല്ല ടേസ്റ്റാട്ടോ. നമുക്ക് നൂൽപുട്ടിൻ്റെ കൂടിയും അതേപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ നമ്മൾ ഉള്ളി വാട്ടിയതൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, ഉണ്ടാക്കി കൊടുക്കുമല്ലോ കൂട്ടാനൊക്കെ, അപ്പോഴൊക്കെ ചേർക്കാൻ പറ്റിയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ എഗ്ഗ് മസാല. അങ്ങനെ ഐഫക്കുട്ടിക്ക് ചായയൊക്കെ കൊടുത്തു. ഐഫക്കുട്ടിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് കേട്ടോ. ഇനി ഇതേപോലെ ഉണ്ടാക്കി തരണം വെച്ചേ പറഞ്ഞു. പിന്നെ മീൻ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചതേനി കേട്ടോ. അന്ന് ഉച്ചയ്ക്ക് മീനൊന്നും ഇല്ല. ഇനി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, ഇന്നലെ എന്തെങ്കിലും കൂട്ടാൻ വെണ്ടക്ക കറിയൊക്കേനും. അപ്പോൾ വൈകുന്നേരത്തിന് ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ട്. രാവിലെ വാങ്ങി വെച്ചതാണ്. അപ്പോൾ ഇനി വൈകുന്നേരത്തിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മീനൊക്കെ ഉണ്ട് നന്നാക്കാൻ. അപ്പോൾ അതും കൊണ്ട് ഞാൻ പുറത്തേക്ക് പോകുന്നു കേട്ടോ. ഈ അയില ഉണ്ടല്ലോ, നല്ല വലുതല്ല എന്നാൽ നല്ല ചെറുതും അല്ല, അങ്ങനത്തെ രീതിയിലാട്ടോ. നല്ല ടേസ്റ്റാണ് ഇപ്പോഴത്തെ അയില കേട്ടോ. ഞാൻ അയില എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് വിചാരിക്കുന്നുണ്ടാവില്ല. അയല എന്നാണല്ലേ ശരിക്കും പറയാം. ഓരോ നാട്ടിലും ഓരോ ഭാഷകളല്ലേ. അപ്പോൾ എൻ്റെ ഭാഷ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനത് പുറത്തേക്ക് എടുത്തുകൊണ്ടെന്ന് ഇതാ നമ്മൾ അലക്കണ കല്ലുമ്മ വെച്ചിട്ട് നന്നാക്കി എടുക്കുന്നുണ്ട്. ഇത് പിന്നെ എളുപ്പമാണല്ലോ നന്നാക്കാനും. മത്തിമീൻ നന്നാക്കണ പോലെയല്ല. മത്തിമീനാകുമ്പോൾ ചെതമ്പൽ നല്ലോണം ഉണ്ടാവും. അങ്ങനെ മീനൊക്കെ നന്നാക്കി നല്ലോണം കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനേ ഇതിന്ന് കാന്താരി ഇട്ടിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. മുളക് പൊടിയൊന്നും ചേർക്കണില്ല. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കണം കേട്ടോ. ചെറിയ വീഡിയോ ആണ്, ഇപ്പോൾ ലെങ്ത്തുള്ള വീഡിയോസൊന്നും ഞാൻ ഇടലില്ല. അപ്പോൾ മീനൊക്കെ നല്ലോണം കഴുകിയെടുത്ത് ആ ഒരു വാഴയിലേക്ക് തന്നെ ഇട്ടിട്ട് അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്കുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ഞാൻ പറഞ്ഞല്ലോ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളതെന്നല്ലേ, ചെറിയ കുഞ്ഞു കാന്താരി ഇല്ലേ അതാട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളകും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടേനും. അപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് വലിപ്പമുള്ള ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മൾ കാന്താരി മുളകും പച്ചമുളകും ഒക്കെ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ടായിന് കേട്ടോ. അടുപ്പ് കത്തിച്ചിട്ട് കുറേ ദിവസമായിക്കണ്. അപ്പോൾ ഇന്ന് അടുപ്പത്ത് മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആകുമ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു മീൻ കറി ഉണ്ടാക്കിയാൽ മതി. ഇനി അപ്പോൾ ചട്ടി ചൂടായി അയക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ മിക്സിൻ്റെ ജാറിൽ ഇട്ട് അരച്ചെടുത്ത ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, ചെറിയ ഉള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ കാന്താരി മുളകിൻ്റെയൊക്കെ, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ ആ ഒരു എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ നല്ലോണം ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ആ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി നമ്മൾ ചേർക്കണില്ല. നമ്മൾ അത്യാവശ്യം കാന്താരി മുളക് കൊടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം എരിവ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് 2 ടീസ്പൂണ് നമ്മളെ മല്ലിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും മസാലപ്പൊടിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. വെറും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മാത്രം കേട്ടോ. പിന്നെ മുളക് പൊടിക്ക് പകരം കാന്താരി മുളക് കൊടുത്തു. അങ്ങനെ നല്ലോണം മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് കൊടുമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അത് ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മിക്സിൻ്റെ ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളത് ചാറുകറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ
കുറച്ച് കറി വേണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പ് ഇട്ടാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നിങ്ങനെ തിളച്ച് തുടങ്ങുമല്ലോ, ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അയലമീൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, മത്തിയാണെങ്കിലും എന്ത് മീനാണെങ്കിലും ഇതേപോലെ കറി ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഈ കാന്താരി മുളകൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. മുളക് പൊടിയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, കാന്താരിയും പച്ചമുളകുമാണ് കേട്ടോ ചേർത്തത്. പച്ചമുളക് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ, അത് എരിവില്ലാത്ത മുളകാണ്. കാന്താരി അല്ലെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണല്ലേ. അങ്ങനെ അത് ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആ തവി വെച്ചിട്ടൊന്ന് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ മീനൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ ഈ ഒരു കനലുമ്മ കിടക്കട്ടെ. ഞാൻ തീ കത്തിക്കണമൊന്നുമില്ല, അടുപ്പിൽ അത്യാവശ്യം കനലുണ്ട്. നമ്മൾ ചകിരിയൊക്കെ ഇടുന്നതുകൊണ്ട് അപ്പം അധികം ചകിരി വിറക് തന്നെയാണ് കേട്ടോ ഞാൻ കത്തിക്കാറ്. മഴ നനയാതെ നല്ല ഉണങ്ങിയ ചകിരിയാണെന്നുണ്ടെങ്കിൽ വിറകൊന്നും വേണ്ട, നല്ല ഉഷാറായിട്ട് അടുപ്പ് കത്തും. അങ്ങനെ മീൻകറിയൊക്കെ വെന്ത് അടുപ്പത്തു നിന്ന് ഞാൻ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ച് ഒരു 1/4 കപ്പ് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കട്ടോ. ഇതിലിപ്പോൾ അത്യാവശ്യം കറി ഉണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ല. തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് അടുപ്പത്തു നിന്ന് അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി. മൺചട്ടി ആയതുകൊണ്ട് അതിൽ കടന്നിട്ട് തന്നെ കുക്കാവും തേങ്ങാപ്പാലൊക്കെ. പിന്നെ അതേപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ അത്യാവശ്യം വെളിച്ചെണ്ണയൊക്കെ നേരത്തെ തന്നെ ചേർത്തിക്കണം, അതുകൊണ്ട് എണ്ണ ഞാൻ പിന്നെ ചേർത്തിട്ടില്ല കേട്ടോ. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒന്നിങ്ങനെ അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ കാന്താരി ഇട്ടിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ. പ്രത്യേകിച്ച് ഇതിന് വേറെ ഉപ്പേരി ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു കറി ഇതിലുള്ള ഒരു മീൻ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. ഉപ്പേരിയോ ഒന്നും വേണമെന്നില്ല. അതേപോലെ നമുക്ക് ചപ്പാത്തിക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു മീൻ കറി. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.